നിയമസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത CPIM സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിനും CPIക്കും. പാർട്ടിക്ക് പ്രധാനം മുന്നണിയുടെ ഐക്യമെന്ന് LDF കൺവീനർ EP ജയരാജൻ. PP സുനീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച CPI. ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഹാരിസ് തീരാൻ നാളെ പത്രിക സമർപ്പിക്കും. പന്തീരങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ മലക്കം മറഞ്ഞ പെൺകുട്ടി. രാഹുൽ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചില്ലെന്നും സ്ത്രീധനം വാങ്ങിയില്ലെന്നും വെളിപ്പെടുത്തൽ. മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. ആരോപണം വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നെന്നും യുവതി വീഡിയോയിൽ. പാർക്കോഴ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് റോജി M. ജോൺ. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തദ്ദേശ വാർഡ് വിഭജനത്തിൽ ബില്ല് പാസാക്കി നിയമസഭ. ബില്ല് പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ. വേഗത്തിൽ ബില്ല് പാസാക്കിയത് പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ടെന്ന് മന്ത്രി MP രാജേഷ്. കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ DCCയിൽ രാജി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിക്കത്ത് കൈമാറി. ഓഫീസിലെ സംഘർഷത്തിൽ സജീവൻ കുര്യച്ചിറക്കിയ സസ്പെൻഷൻ. മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർക്ക് വകുപ്പുകളായി മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ. വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. എന്തൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെയാണ് നൽകിയിട്ടുള്ളത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? ആതിര, നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർക്കുള്ള